الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ളയുടെ കലിമത്തുൽ ഇഖ്ലാസ് വ തഹ്ഖീഖ് മഅനാഹ എന്ന റിസാലയാണ് നാം ആരംഭിച്ചിരുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ദർസിൽ, ഒന്നാമത്തെ ദർസിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയുകയാണ്. അതിന്റെ തുടർച്ചയാണെന്ന് വായിക്കുന്നത്. അതുകൊണ്ടാണ് റിസാലയിൽ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള ആരംഭിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫദ്ലുകൾ ഉൾക്കൊള്ളുന്ന ഹദീസുകൾ പറഞ്ഞുകൊണ്ടാണ്. ആ ഹദീസുകളുടെ എല്ലാം ആശയം രണ്ടർത്ഥത്തിലാണ് വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്നാമത്തേത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് അല്ലെങ്കിൽ തൗഹീദുള്ളവന് സ്വർഗമുണ്ട് എന്നത്. രണ്ടാമത്തേത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് നരകം നിഷിദ്ധമാണ് എന്നത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മുവഹിദായ ഒരാൾക്ക് സ്വർഗം ലഭിക്കും എന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല, അവന് സ്വർഗമുണ്ടാകും എന്നത്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് നരകം നിഷിദ്ധമാകുമെന്നതിൽ ഉലമാക്കളിൽ നിന്ന് 4 അഖ്വാലുകൾ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള ഈ റിസാലയിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് നരകം ഹറാമാവുക? നരകത്തിൽ തീരെ പ്രവേശിക്കാതെയാണോ, അതല്ലെങ്കിൽ നരകത്തിൽ പ്രവേശിച്ചിട്ട് പുറത്തിറങ്ങുകയാണോ? എന്താണ് അതിന്റെ ഉദ്ദേശം എന്നത്. അതിന്റെ 4 അഖ്വാലുകളിൽ ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് നരകത്തിൽ ഖുലൂദ് ഉണ്ടാവുകയില്ല, നരകത്തിൽ ശാശ്വതമാവുകയില്ല. അവന്റെ പാപങ്ങൾക്ക് ശിക്ഷ അനുഭവിച്ചാലും ആ ശിക്ഷയ്ക്ക് ശേഷം അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നത് ഒരർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ നരകത്തിൽ പ്രവേശിക്കില്ല എന്നതിന്റെ ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞത്. രണ്ടാമത്തെ അഭിപ്രായമായിട്ട് പറഞ്ഞ വിഷയം, അതിൽ പറഞ്ഞ കാര്യം എന്താണ്? ദീനിൽ പറഞ്ഞിട്ടുള്ള ഏതൊരു കാര്യത്തിനും 2 നിബന്ധനകൾ പാലിച്ചിരിക്കണം. ഒന്ന്, ഇജ്തിമാഉ ശുറൂത്തിഹി, ആ പറഞ്ഞ കാര്യത്തിനാവശ്യമായിട്ടുള്ള നിബന്ധനകൾ പൂർത്തീകരിച്ചിരിക്കണം. അതുപോലെ തന്നെ വ ഇൻതിഫാഉ മവാനിഇഹി, അതിനെ ആ പറഞ്ഞ കാര്യത്തെ തടയുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിവായിരിക്കുകയും വേണം. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ നരകത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പൂർത്തീകരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആ ലാ ഇലാഹ ഇല്ലല്ലാഹയോടൊപ്പം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പൂർത്തീകരിക്കാൻ ആവശ്യമായ കാര്യങ്ങളെ തടയുന്ന ഒന്നും തന്നെ ഉണ്ടാവരുത്. എന്നിട്ട് നമ്മൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് പറഞ്ഞു. ഇന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ഇഖ്ലാസും സിദ്ഖും അതുപോലെ തന്നെ മഹബ്ബത്തും ഇൻഖിയാദും ഖബൂലും ഇൽമും യഖീനും പോലെയുള്ള നിബന്ധനകൾ അതുണ്ടെങ്കിൽ മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞവർക്ക് നരകത്തിൽ നിന്ന് മോചനം കിട്ടുകയുള്ളൂ. അതിനുശേഷം പറഞ്ഞു, ഖുർആനിലും ഹദീസിലും ധാരാളം ആയത്തുകളും ഹദീസുകളും ലാ ഇലാഹ ഇല്ലല്ലാഹയോടൊപ്പം സൽക്കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗം ലഭിക്കുകയുള്ളൂ, അതിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ എന്ന ആശയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ചില ആയത്തുകളെ നമ്മൾ പറഞ്ഞു, ചില ഹദീസുകളെ സൂചിപ്പിച്ചു. അതിനുശേഷം അവസാനം നമ്മൾ പറഞ്ഞത്, ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, ഷഹാദത്തും അതുപോലെ തന്നെ നിസ്കാരവും നോമ്പും സക്കാത്തും എല്ലാം പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഞാൻ ഇതിൽ കൂടുതൽ ഒന്നും വർദ്ധിപ്പിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും സ്വർഗാവകാശിയായ ഒരാളെ കാണുമെങ്കിൽ ഇന്ന വ്യക്തിയെ നോക്കിക്കൊള്ളട്ടെ എന്ന് പറയുകയുണ്ടായി. ഇനി അതിനുശേഷം അതേ ആശയത്തിൽ വരുന്ന വേറെ ചില ഹദീസുകളാണ് പറയുന്നത്. ഞാൻ ആദ്യമായി സൂചിപ്പിക്കുകയാണ്, ഇത് കുറച്ച് മനസ്സിലാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കാൻ പരമാവധി ശ്രമിക്കുക. ചില കാര്യങ്ങൾ പറഞ്ഞ് അടുത്തത് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാക്കാൻ ചില ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോ ശ്രദ്ധിച്ചിരിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, നമുക്ക് മനസ്സിലാക്കി തരട്ടെ. അപ്പോ ഈ ആശയം ഏത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് കർമ്മങ്ങൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗം കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവുകയുള്ളൂ എന്നറിയിക്കുന്ന ചില ഹദീസുകളാണ് അടുത്തത് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് കൊടുക്കുന്നത്.
وفي المسند عن بشير بن خصاصية رضي الله عنه മുസ്നദ് അഹ്മദിലെ ഒരു റിവായത്താണ് കൊടുക്കുന്നത്. അതിൽ ബഷീർ ഇബ്നു ഖസാസിയ എന്ന സഹാബി പറയാണ്, അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഉബായിഅഹു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി എത്തി. ബൈഅത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ എന്താണ് പറയാ, വലിയന്റെ അടുക്കൽ അല്ലെങ്കിൽ അമീറിന്റെ അടുക്കൽ വാക്കു കൊടുക്കുന്ന, ആ ബൈഅത്ത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തെറ്റിക്കാൻ പാടില്ല. അതിനാണ് ബൈഅത്ത് എന്ന് പറയുന്നത്. അത് അമീറിൽ, ഒരു ഇസ്ലാമിക ലോകത്തെ അമീറിനാണ് അതിനുള്ള അധികാരം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഇസ്ലാം സ്വീകരിച്ച് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നു. ഫശ്തറത അലയ്യ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. ഇന്ന കാര്യങ്ങളിലാണ് ബൈഅത്ത്. അത് ഏതൊക്കെയാണ്? ഷഹാദത്ത് അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹിലും മുഹമ്മദ് റസൂലുള്ളാഹിലുമുള്ള ഷഹാദത്താണെന്ന് പറഞ്ഞു. വ അൻ ഉഖീമസ്സലാ, നിസ്കാരം നിർവഹിക്കണമെന്ന് പറഞ്ഞു. വൻ ഊതിയ സകാത്ത് നൽകണമെന്ന് പറഞ്ഞു. വൻ അഹുജ്ജ ഹജ്ജത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഹജ്ജ് അഥവാ ഒരു തവണ ഹജ്ജ് നിർവഹിക്കണമെന്ന് പറഞ്ഞു. വൻ അസൂമ റമളാൻ, റമളാനിൽ നോമ്പ് നോൽക്കണമെന്നും. വൻ ഉജാഹിദ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യണമെന്നും ഞാൻ ബൈഅത്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ ഇസ്ലാം കാര്യങ്ങൾ പെട്ടു. അതുപോലെ തന്നെ ഇസ്ലാമിൽ മഹത്തരമായിട്ടുള്ള ജിഹാദും ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ഈ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് സ്വഹാബി പറയാണ്, ഫഖുൽതു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അമ്മസ്നതൈനി ഫവല്ലാഹി മാ ഉതീഖുഹുമാ, രണ്ട് കാര്യങ്ങൾ അത് ഇതിൽ എനിക്ക് സാധിക്കില്ല. ഈ പറഞ്ഞ കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ എനിക്ക് ബൈഅത്ത് ചെയ്യാൻ സാധിക്കില്ല. ബൈഅത്ത് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഉദ്ദേശിച്ചത് എനിക്കത് ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് എനിക്ക് ബൈഅത്ത് ചെയ്യാൻ അതിന് കഴിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അൽ ജിഹാദു വസ്സദഖതു, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദും സദഖ, സദഖ കൊണ്ട് ഉദ്ദേശം സക്കാത്തുമാണ് എന്ന് പറഞ്ഞു. വേറെ ചില റിവായത്തുകളിൽ അത് പറയാനുള്ള കാരണം കൂടി ആ സഹാബി പറയുന്നുണ്ട്. എന്താണ് കാരണം? സഹാബി ഇതിനോടൊപ്പം പറയാണ്, فإنهم زعموا أنه من ولى الدبر فقد باء بغضب من الله. ഈ സഹാബികൾ പറയുന്നുണ്ട്, ബാക്കിയുള്ള ആളുകൾ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാകുമെന്ന് ഈ സഹാബികൾ പറയുന്നുണ്ട്. ഫഅഖാഫു ഇൻ ഹദർതു തിൽക ജശഅത് നഫ്സി, എനിക്ക് പേടിയുണ്ട്, ഞാനൊരു ജിഹാദിന് പോയിട്ട് ഞാൻ പേടിച്ചിട്ട് പിന്തിരിഞ്ഞു പോരുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. വകരിഹത്തിൽ മൗത, വകരിഹത്തുൽ മൗത, മരണത്തെ വെറുത്തുകൊണ്ട് മരിക്കുമെന്ന് പേടിച്ചിട്ട് ഞാൻ പിന്തിരിഞ്ഞോടൂ എന്ന് എനിക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞു. രണ്ടാമത്തേത് വസ്സദഖതു, സദഖ സകാത്തിന്റെ കാര്യം പറഞ്ഞു. ഫവല്ലാഹി, അല്ലാഹുവാനെ, മാലി ഇല്ലാ ഗുനൈമത്തുൻ വഅശ്റു ദൗദിൻ, എനിക്ക് കുറച്ച് സ്വത്തേ ഉള്ളൂ. അതുപോലെ തന്നെ ഒട്ടകത്തിൽ സകാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്ന ചെറിയ അളവിൽ 10ന്റെ ഉള്ളിലുള്ള 10 വരെയുള്ള ഒട്ടകങ്ങൾ മാത്രമേ എനിക്കുള്ളൂ. എന്നിട്ട് പറഞ്ഞു, ഹുന്ന റസലു അഹ്ലി വഹമൂലതുഹും, അത് അവർക്ക് എന്റെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിലുള്ളൂ, പിന്നെ അത് ഞാൻ സകാത്ത് കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാകും എന്ന നിലക്ക് ഈ സഹാബി പറഞ്ഞു. ഫഖബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഹു ثم حركها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോ, ബൈഅത്ത് ചെയ്യാമെന്ന ആളാണ്, അപ്പോൾ ബൈഅത്ത് ചെയ്യാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കി തരാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കൈ ഇങ്ങനെ ചലിപ്പിച്ചു, അഥവാ ചിന്തിക്കുന്ന ഗൗരവത്തിലുള്ള ഒരവസ്ഥയിലായിക്കൊണ്ട് കൈ കൂട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, വഖാല ഫലാ ജിഹാദ വലാ സദഖത ഫബിമ തദ്ഖുലുൽ ജന്നത ഇദൻ, ജിഹാദും സദഖയും ഇല്ലാതെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാതെയും സക്കാത്ത് നൽകാതെയും പിന്നെ എന്തുകൊണ്ടാണ് നീ സ്വർഗത്തിൽ പ്രവേശിക്കുക? പിന്നെ എന്ത് കാര്യം കൊണ്ടാണ് നീ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് ചോദിച്ചു. ഖുൽതു, അപ്പൊ ഈ വന്ന സഹാബി പറഞ്ഞു, ഇത് കേട്ടപ്പോ, യാ റസൂലല്ലാഹ് ഉബായിഉക, അല്ലാഹുവിന്റെ റസൂലെ, ഞാനിതാ ബൈഅത്ത് ചെയ്യുന്നു. ഫബായഅതുഹു അലൈഹിന്ന കുല്ലിഹിൻ, ഞാൻ എല്ലാ കാര്യങ്ങളും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബൈഅത്ത് ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇബ്നു റജബ് അൽ-ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, വഫി ഹാദൽ ഹദീസ്, ഈ ഹദീസിൽ, അന്നൽ ജിഹാദ വസ്സദഖത ശർത്തുൻ ഫീ ദുഖൂലിൽ ജന്ന മഅ ഹുസൂലിൽ തൗഹീദ് വസ്സലാത്തി വസ്സിയാമി വൽ ഹജ്ജ്. ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം, ജിഹാദും സകാത്തും സദഖയും തൗഹീദിന്റെയും നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും ഹജ്ജിന്റെയും ഒപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള നിബന്ധനയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ പഠിപ്പിച്ചിരിക്കുന്നു എന്ന്
പറയുകയാണ്. നമുക്ക് ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വർഗം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗമുണ്ട് എന്ന് മാത്രമുള്ള വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് മാത്രം മതി എന്നാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കിയ ഒരാളോട് എന്ത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ എന്തുകൊണ്ടാണ് നീ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് സ്വർഗമുണ്ട് അല്ലെങ്കിൽ നരകം ഹറാമാണ് എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു വാക്കല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ധാരാളം മുസ്ലിമീങ്ങൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുള്ളത് കേവലം ഒരു വാക്ക് മാത്രം മതി എന്ന ആശയത്തിലാണ്. എന്നാൽ ഇതുപോലെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് നിർബന്ധമാക്കുന്ന വേറെ ചില കാര്യങ്ങളുമുണ്ട്. എന്തിന് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാ സ്വഹാബികളിൽ നിന്ന് ഈ അഭിപ്രായത്തിന് ലഭിക്കുന്ന ശക്തമായിട്ടുള്ള സംഭവം വനദീറു ഹാദാ ഇത് അറിയിക്കുന്ന ചിന്താർഹമായിട്ടുള്ള മറ്റൊരു കാര്യം അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഉമിർതു അൻ ഉഖാതില الناس ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദ് റസൂലുള്ളാഹിലും ഷഹാദത്ത് ചെയ്യുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു ഖുവ്വത്ത് ഉണ്ടെങ്കിൽ ഇസ്ലാമിക ഭരണാധികാരിക്ക് ഖുവ്വത്ത് ഉണ്ടെങ്കിൽ ഇസ്ലാമിക ഭരണാധികാരി ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് പറഞ്ഞു ഫഫഹിമ ഉമർ വ ജമാഅത്തു മിനസ് സഹാബ. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ സഹാബത്തിൽ ഒരു വലിയ സംഘവും മനസ്സിലാക്കിയത് അന്നമൻ അതാ ബിശ്ശഹാദതൈൻ ഇംതനഅ മിൻ ഉഖൂബത്തി ദുനിയ ബിമുജറദി ദാലിക് ആരെങ്കിലും രണ്ട് ഷഹാദത്ത് ഉണ്ട് എങ്കിൽ അവർക്ക് ദുനിയാവിൽ അവരുടെ മേലെ എന്തെങ്കിലും വിഷയത്തിന്റെ മേലെ അവർക്ക് ശിക്ഷ ചെയ്യുന്നത് അവരുടെ മേലെ എന്തെങ്കിലും നടപ്പിലാക്കുന്നത് അത് പാടില്ലാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കി. ഫതവഖഫു ഫീ ഖിതാലി മാനിഇ സകാത്ത് അവർ എന്തിനെതിരായിരുന്നു? സക്കാത്ത് നൽകാൻ തടഞ്ഞ ആളുകൾക്ക് അവരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടതില്ല എന്ന അഭിപ്രായമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിനും ബാക്കിയുള്ള ആളുകൾക്കും. അതായത് ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞ മരണപ്പെട്ട സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ട് സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ചില ആളുകൾ, ചില ഗോത്രങ്ങളും വിഭാഗങ്ങളും അവർ പറഞ്ഞു ഞങ്ങൾ സക്കാത്ത് നൽകിയിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, അതുകൊണ്ട് ഇനി ഞങ്ങൾ സക്കാത്ത് നൽകില്ല എന്ന വിഷയം പറഞ്ഞു. അങ്ങനെ ഈ വിഷയത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിരുന്നതിൽ അത് ഒരു ഒട്ടകത്തിനെ കെട്ടുന്ന ഒരു കയറാണെങ്കിലും സക്കാത്തിന്റെ ഇനത്തിൽ അവർ നൽകേണ്ടത് അത്ര ചെറിയ കാര്യമാണെങ്കിലും അത് വാങ്ങുന്നത് വരെ അവരുമായിട്ട് യുദ്ധം ചെയ്യും എന്നുള്ള വിഷയം പറഞ്ഞു. ആ സമയത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൈഫ തുഖാതിലു മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാളായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യുക? എങ്ങനെ? അത് പാടില്ലാത്ത കാര്യമാണല്ലോ. എന്നിട്ട് പറഞ്ഞു വഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഉമിർതു അൻ നുഖാതില الناس ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വരെ ആളുകളായിട്ട് യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. ഫഇദാ ഖാലു ലാ ഇലാഹ ഇല്ലല്ലാഹ് അസമു മിന്നി ദിമാഅഹും വ അംവാലഹും ഇല്ലാ ബിഹഖിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് പിന്നെ അവന്റെ രക്തവും അതുപോലെ തന്നെ അവന്റെ സമ്പത്തും എല്ലാം എന്നിൽ നിന്ന് സുരക്ഷിതമായിരിക്കും. അഥവാ അവരുടെ മേലെ പിന്നെ യുദ്ധം ചെയ്യില്ല. ഇല്ലാ ബിഹഖിഹ, ചില അവകാശങ്ങൾ ദീനിൽ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളുടെ മേലെയല്ലാതെ എന്ന് പറഞ്ഞു. ഫഖാല ലഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖൗലതുൽ മഷ്ഹൂറ. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു വാക്ക് പറഞ്ഞു, അത് അറിയപ്പെട്ട ഒരു വാക്കാണ്. വല്ലാഹി അല്ലാഹുവാണ് ലാ ഉഖാതിലന്ന മൻ ഫറഖ ബൈന അസ്സലാത്തി വസ്സകാ, നിസ്കാരവും സക്കാത്തും തമ്മിൽ വേർതിരിച്ചവരുമായിട്ട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. ഫഇന്ന സകാത്ത ഹഖ്ഖുൽ മാൽ, സക്കാത്ത് എന്നുള്ളത് സമ്പത്തിന്റെ ഹഖാണ്, അത് അല്ലാഹുവിന് വീട്ടി കൊടുക്കേണ്ടതാണ്. വല്ലാഹി ലൗ മനഊനി ഇഖാലൻ ഔ അനാഖൻ കാനു യുഅദ്ദൂനഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതലഹും അലാ മൻഇഹി. അള്ളാഹുവിന്റെ റസൂലിന് കൊടുക്കാനുള്ള ഒരു ഒട്ടകക്കയറാണെങ്കിൽ പോലും അത് കിട്ടുന്നത് വരെ അവരോടുമായി ഞാൻ യുദ്ധം ചെയ്യും എന്നുള്ള വിഷയം. ഇതാണ് സംഭവം. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാ ആ സംഭവത്തെ വിശദീകരിച്ച് പറയാണ്. ഹദീസ് ഇർസാലിൽ കൊടുത്തിട്ടില്ല, നമ്മൾ വേറെ വായിച്ചതാണ്. وفهم الصديق أنه لا يمتنع قتاله إلا بأداء حقوقها.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഉമർ റളിയല്ലാഹു അൻഹുവോ സഹാബികളോ മനസ്സിലാക്കിയതുപോലെയല്ല ആ കാര്യം മനസ്സിലാക്കിയത്. ഉമർ റളിയല്ലാഹു അൻഹു സഹാബികളും പറഞ്ഞ എന്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് യുദ്ധം ചെയ്യാൻ പാടില്ല, സക്കാത്ത് തന്നില്ലെങ്കിലും അവരുമായി യുദ്ധം ചെയ്യാൻ അനുവദനീയമല്ല എന്നാണ്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മാത്രം പോരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നിർബന്ധമാകുന്ന ഈ ഹക്കുകൾ, സമ്പത്തിന്റെ ഹക്കായ സക്കാത്ത്, നിസ്കാരം, അതുപോലെയുള്ള കാര്യങ്ങൾ വീട്ടിക്കൊടുക്കാതെ ചെയ്തില്ലെങ്കിൽ അവരുമായിട്ട് യുദ്ധം ചെയ്യൽ അനുവദനീയമാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. ലിഖൗലിഹി ഫഇദാ ഫഅലു ദാലിക മനഉ മിന്നി ദിമാഅഹും വഅംവാലുഹും ഇല്ലാ ബിഹഖിഹാ വഹിസാബുഹും അലല്ലാഹ്. അവരുടെ അവകാശത്തിന്റെ മേലെ അല്ലാതെ അവരുടെ രക്തവും അതുപോലെ തന്നെ സമ്പത്തും സുരക്ഷിതമാണെന്ന് പറഞ്ഞിട്ട് വഖാല അസ്സകാത്തു ഹഖ്ഖുൽ മാൽ. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണ്, സക്കാത്ത് എന്നുള്ളത് സമ്പത്തിന്റെ ഹഖാണ്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ വീട്ടിൽ കൊടുക്കേണ്ടതാണ്. എന്നിട്ട് ഇബ്നു റജബ് അൽ-ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, വഹാദല്ലദീ ഫഹിമഹു അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖദ് റവാഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സരീഹൻ ജമാഅത്തു മിനസ് സഹാബ. ഇതിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കാനുള്ള കാരണം ഒരു കൂട്ടം സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ച മറ്റൊരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ഉമർ റളിയല്ലാഹു അൻഹു സഹാബികളും മറ്റു ചില സഹാബികളും മനസ്സിലാക്കിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ അവരെ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നാണ്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സക്കാത്ത് നൽകാത്തതിന്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകളുമായിട്ട് യുദ്ധം ചെയ്യും എന്ന് പറയാനുള്ള കാരണം ധാരാളം വേറെ സഹാബികൾ ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ് ആ ഹദീസ്? മിൻഹും ഇബ്നു ഉമർ വ അനസ് വഗൈറുഹുമാ. ആ ഹദീസ് ഉദ്ധരിച്ചവരിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉണ്ട്. വഅന്നഹു ഖാല, അവർ പറഞ്ഞു, ഉമിർതു അൻ ഉഖാതില الناس, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമിർതു അൻ ഉഖാതില الناس ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ യുഖീമുസ് സ്വലാ വ യുഅ്തുസ് സക്കാ. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പോരാ, നിസ്കാരം നിർവഹിക്കുന്നവരെയും സക്കാത്ത് നൽകുന്നതുവരെയും അവരോട് യുദ്ധം ചെയ്യാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന ഭാഗം, എന്ന ഹദീസ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞത്. ഇനി ഖുർആനിലാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹിൽ മാത്രം നിർത്തിയിട്ടില്ല, നിസ്കാരവും സക്കാത്തും ഒപ്പം പറഞ്ഞിട്ടുണ്ട്. വഖദ് ദല്ല അലാ ദാലിക ഖൗലുഹു തആല. ഈ ഒരു വാദത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അഭിപ്രായമായിരുന്നു ശരി എന്നതിനെ അറിയിക്കുന്ന ഖുർആനിലെ ആയത്തുകളുണ്ട്. സൂറത്ത് തൗബയിലെ 5-ാമത്തെ ആയത്ത്, فإن تابوا وأقاموا الصلاة وآتوا الزكاة فخلوا سبيلهم. ശിർക്കിലും കുഫറിലുമായിട്ടുള്ള ആളുകൾ അവർ തൗബ ചെയ്ത് മടങ്ങിയാൽ, അതോടൊപ്പം പറഞ്ഞു നിസ്കാരം നിർവഹിച്ചാൽ സക്കാത്ത് നൽകിയാൽ ഫഖല്ലു സബീലഹും, അവർ പിന്നെ വിട്ടേക്കണം, അവരുടെ മേലെ പിന്നെ യുദ്ധം ചെയ്യുന്ന ശിക്ഷ നടപ്പിലാക്കുന്ന അവസ്ഥയില്ല. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹോടൊപ്പം എന്ത് പറഞ്ഞു? സക്കാത്തും നിസ്കാരവും പറഞ്ഞു. കമാ ദല്ല ഖൗലുഹു, അതുപോലെ തന്നെ സൂറത്ത് തൗബയിലെ 11-ാമത്തെ ആയത്തിൽ ഫഇൻ താബു, അവർ പശ്ചാത്തപിച്ചാൽ, വഅഖാമുസ് സലാ, നിസ്കാരം നിർവഹിച്ചാൽ, വആതവുസ് സക്കാ, സക്കാത്ത് നൽകിയാൽ, ഫഇഖ്വാനുകും ഫിദ്ദീൻ, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ് ദീനിൽ. ആര്? കുഫാറുകളും മുശ്രിക്കീങ്ങളും ഈ കാര്യങ്ങൾ ചെയ്താൽ തൗഹീദ് ഉൾക്കൊണ്ട് തൗബ ചെയ്ത് മടങ്ങണം, നിസ്കരിക്കണം, സക്കാത്ത് നൽകണം. എന്നിട്ട് ഇബ്നു റജബ് അൽ-ഹംബലി പറയുന്നു, അലാ അന്നൽ ഉഖുവത ഫിദ്ദീൻ ലാ തസ്ബുതു ഇല്ലാ ബിഅദാഇൽ ഫറാഇദ് മഅ തൗഹീദ്. ഇതിൽ എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു? ദീനിലുള്ള സാഹോദര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിനോടൊപ്പം തൗഹീദിന് നിർബന്ധമായി വീട്ടിക്കൊടുക്കേണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പാലിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഫഇന്ന തൗബത മിനശ്ശിർക്ക് ലാ തഹ്സുലു ഇല്ലാ ബിത്തൗഹീദ്. ഈ 2 ആയത്തുകളിലും തൗബ എന്ന് പറഞ്ഞിട്ടുള്ളത് ശിർക്കിൽ നിന്നുള്ള തൗബയാണ്. ശിർക്കിൽ നിന്നുള്ള തൗബ എന്ന് പറഞ്ഞാൽ എന്താ? തൗഹീദ് ഉണ്ടാവണം. ഷിർക്കിൽ നിന്ന് തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? തൗഹീദ് ഉണ്ടാവണം. അപ്പൊ തൗഹീദ് പറഞ്ഞു, അതോടൊപ്പം നിസ്കാരം പറഞ്ഞു, സക്കാത്ത് പറഞ്ഞു. വലമ്മാ ഖററ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹാദാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് ഈ നിലപാടിൽ ഉറച്ചു നിന്നപ്പോ നമ്മളൊന്ന് ആലോചിച്ചു വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് ആയിട്ടുള്ളൊരു അവസ്ഥ, ഒരു കൂട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകൾ സക്കാത്ത് നൽകില്ല എന്ന് പറയുന്ന അവസ്ഥ, ഖലീഫയായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഉറച്ചു നിന്നപ്പോൾ ഹാദാ ലിസ്സഹാബത്തി റജഉ ഇലാ ഖൗലിഹി വറഔഹു സവാബൻ,
ആ സഹാബികൾ ഉമർ റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ ബാക്കിയുള്ള സഹാബികൾക്കും മനസ്സിലായി ഇതാണ് ശരിയായ അഭിപ്രായം എന്ന് പറഞ്ഞ് അവരതിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് കാണാം, ഫവല്ലാഹി മാ ഹുവ ഇല്ലാ അൻ റഅയ്തുല്ലാഹ അസ്സ വജൽ ഖദ് ശറഹ സദ്റ അബീ ബക്രിൻ ലിഖിതാലി ഫഅറഫ്തു അന്നഹുൽ ഹഖ്. അള്ളാഹുവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഈ ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാൻ ഖൽബിന് വിശാലത നൽകിയത്. അതുകൊണ്ട് അത് ഹഖാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്നതിന്റെ പേരിൽ മാത്രം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ മേലൊരു നടപടി എടുക്കാതെ വിട്ടിട്ടില്ല. സക്കാത്ത് നൽകാത്തതിന്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകളെ അവരുമായിട്ട് യുദ്ധം ചെയ്യുമെന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതാണ് ശരിയായ അഭിപ്രായവുമായത്. നമ്മൾ പറയുന്ന വിഷയം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് സ്വർഗമുണ്ട്, നരകം നിഷിദ്ധമാണ് എന്ന് വന്നിട്ടുള്ള ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത് കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കല്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് നിർബന്ധമായി വീട്ടിക്കൊടുക്കേണ്ട കാര്യങ്ങൾ അതിനോടൊപ്പം ഉണ്ടായിരിക്കണം. എന്നിട്ട് പറയാണ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ്, ഫഇദാ ഉലിമ അന്ന ഉഖൂബത അദ്ദുനിയ ലാ തർതഫിഉ അമ്മൻ അദ്ദ അശ്ശഹാദതൈൻ മുത്ലഖൻ. നമുക്ക് എന്ത് മനസ്സിലായി? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനിൽ നിന്ന് ദുനിയാവിലെ ശിക്ഷ തന്നെ നിരുപാധികം ഒഴിവാക്കപ്പെടുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളാണെങ്കിൽ പോലും ശിക്ഷ നടപ്പിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരാൾ മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ, വിവാഹിതനായ വ്യഭിചാരി, അതുപോലെയുള്ള വിഷയങ്ങൾ. ബൽ ഖദ് യുആഖബു ബിഇഖ്ലാലിഹി ബിഹഖ് മിൻ ഹുഖൂഖിൽ ഇസ്ലാം ഫകദാലിക ഉഖൂബത്തുൽ ആഖിറ. ഇസ്ലാമിന്റെ ഹക്കിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിൽ വധിക്കപ്പെടണം, ശിക്ഷ നടപ്പിലാക്കപ്പെടണം എന്നുള്ള വിഷയങ്ങളിൽ ശിക്ഷ ദുനിയാവിൽ വെച്ച് നടപ്പിലാക്കുന്നുണ്ട് എങ്കിൽ പരലോകത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണെങ്കിലും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വീട്ടിക്കൊടുക്കേണ്ട ഹക്കുകൾ വീട്ടിക്കൊടുത്തിട്ടില്ല എങ്കിൽ എന്തുണ്ടാകും? അതിനുള്ള ശിക്ഷ ലഭിക്കും എന്ന് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കാം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവർക്ക് സ്വർഗമുണ്ട്, നരക ശിക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അർത്ഥം ഖുലൂദില്ല എന്നുള്ള ആശയം പറഞ്ഞ പണ്ഡിതന്മാർ. രണ്ടാമത്തെ അർത്ഥം അതിന് ചില നിബന്ധനകളുണ്ട്, അതുപോലെ അതിൽ വീട്ടിക്കൊടുക്കേണ്ട ബാക്കിയുള്ള ഹക്കുകളുണ്ട്, അമലുകൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായമാണ് അടുത്തത് വരുന്നത്. وقد ذهب طائفة إلى أن هذا الحديث المذكور أولا وما في معناها كانت قبل نزول الفرائض والحدود. ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ഹദീസുകൾ ഉണ്ടല്ലോ, ഈ കിതാബിൽ ആദ്യം പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫദ്ൽ അറിയിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ സ്വർഗമുണ്ട്, നരകമില്ല എന്ന ഹദീസുകൾ, ഈ ഹദീസുകളെല്ലാം ഇറങ്ങിയത് ഇസ്ലാമിൽ കർമ്മങ്ങൾ നിർബന്ധമാക്കുന്നതിന് മുമ്പും അതുപോലെ തന്നെ ശിക്ഷകൾ നടപ്പിലാക്കുന്ന നിയമങ്ങൾ വരുന്നതിന് മുമ്പാണ് എന്നാണ് ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതായത് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് പറഞ്ഞിട്ടുള്ള ഹദീസുകളാണിത്. അതിനുശേഷമാണ് നിസ്കരിക്കാത്തവന്റെ മേലെയുള്ള വിധി അല്ലെങ്കിൽ വ്യഭിചരിച്ചവന്റെ മേലെയുള്ള വിധി, ഹദ്ദുകളും ഫർളുകളും പിന്നീടാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്തിനാത് പറയുന്നത്? അതിനു മുമ്പ് ഇത് പറഞ്ഞ പണ്ഡിതന്മാരാണ് വൻഹും അൽ-സുഹരി വസ്സൗരി വഗൈറുഹുമ. സുഫിയാൻ അസ്-സൗരിയെ പോലെയുള്ള, സുഹരിയെ പോലെയുള്ള അറിയപ്പെട്ട പണ്ഡിതന്മാർ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വഹാദ ബഈദുൻ ജിദ്ദൻ. ഇത് വിദൂരമായിട്ടുള്ള, ശരിയോട് അടുത്തിട്ടില്ലാത്ത, അകന്നിട്ടുള്ള ഒരു അഭിപ്രായമാണ്. കാരണം فإن كثيرا منها كان بالمدينة بعد نزول الفرائض والحدود. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫദ്ൽ അറിയിക്കുന്ന ഹദീസുകളിൽ ധാരാളവും മദീനയിൽ ഇറങ്ങിയിട്ടുള്ള ഹദീസുകളാണ്. നിസ്കാരവും മറ്റുള്ള കാര്യങ്ങളും നിർബന്ധമാക്കി, ശിക്ഷകളെല്ലാം നിർബന്ധമാക്കിയതിനു ശേഷമുള്ള, ഹദ്ദുകളെല്ലാം പഠിപ്പിച്ചതിന് ശേഷമുള്ള സമയത്തിറങ്ങിയ ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. ഒന്നുകൂടി പറയാണ്, ആദ്യ കാലഘട്ടത്തിൽ അഥവാ മക്കിയായിക്കൊണ്ട് ഇറങ്ങിയിട്ടുള്ള ഹദീസുകളാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് എന്നാണ് ഒരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് ഇങ്ങനെ സ്വർഗമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ നരക ശിക്ഷ ഇല്ല എന്നുള്ളത്. പിന്നീട് മദീനയിലാണ് ഫർളുകൾ, ഇന്ന കാര്യം, ഇന്ന നിസ്കാരം അല്ലെങ്കിൽ ബാക്കിയുള്ള നിസ്കാരം മക്കയിൽ വെച്ചിട്ടുണ്ടായിട്ട് നോമ്പ്, അതുപോലെ തന്നെ സക്കാത്ത്, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ നിർബന്ധമായത് മദീനയിൽ വെച്ചാണ്. അപ്പൊ അതുകൊണ്ട് ആ ഹദീസുകൾ ഇതിന് ബാധകമല്ല എന്ന നിലക്ക് ചില പണ്ഡിതന്മാർ പറഞ്ഞു. അത് ശരിയായ അഭിപ്രായമല്ല. അത് പറയാനുള്ള ഒന്നാമത്തെ കാരണം, ഈ ഹദീസുകളിൽ ധാരാളം ഹദീസുകളും ഇറങ്ങിയിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് മദീനയിൽ വെച്ചാണ്. വഫി ബഅദിഹാ അന്നഹു കാന ഫി ഗസ്വതി തബൂക്. ആ ഹദീസുകളിൽ ചിലത് തബൂക്ക് യുദ്ധത്തിൽ പറഞ്ഞിട്ടുള്ള ഹദീസുകളാണ്.
വഹിയ ഫി ആഖിരി ഹയാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തബൂക്ക് യുദ്ധം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് നടന്ന യുദ്ധമാണ്. ഈ പണ്ഡിതന്മാർ ഇങ്ങനെ അഭിപ്രായപ്പെടാനുള്ള ഒരു കാരണമുണ്ട്. അവരെന്താണ് ഈ അഭിപ്രായപ്പെടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ സ്വർഗ്ഗമുണ്ട് നരകമില്ല എന്ന് പറഞ്ഞാൽ നിരുപാധികം അത് അങ്ങനെ ഇരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാള് സ്വർഗ്ഗമുണ്ട് നരകമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും നിരുപാധികം. അവൻ നിസ്കരിച്ചോ നോമ്പോറ്റോ അതൊന്നും ബാധകമാവരുത്. അപ്പോ അത് ബാധകമാണ് എന്ന് പറയാനാണ് ഈ പണ്ഡിതന്മാർ, അത് മക്കയിൽ ഇറങ്ങിയ ഹദീസുകളാണ്, പിന്നീടാണ് അമലുകളും അതുപോലെ ശിക്ഷകളും എല്ലാം ഹദീസ് ഇറങ്ങിയിട്ടുള്ളത് എന്ന് പറയാനുള്ള കാരണം. എന്നിട്ട് പറയാണ് വഹാഉലാഹി മിൻഹും മൻ യഖൂലു ഫീ ഹാദിഹിൽ അഹാദീസ്. ഈ പണ്ഡിതന്മാർ ഈ ഹദീസുകളുടെ വിഷയത്തിൽ പറഞ്ഞു ഇന്നഹാ മൻസൂഖത്തുൻ. ഈ ആദ്യം പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ സ്വർഗമുണ്ട് നരകമില്ല എന്നുള്ള ഹദീസുകളെല്ലാം മൻസൂഖായിട്ടുള്ള നസ്ഖ് ചെയ്യപ്പെട്ട ഹദീസുകളാണെന്ന് ഇക്കൂട്ടർ പറഞ്ഞു. നസ്ഖ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നസ്ഖിന്റെ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നസ്ഖിന്റെ എന്താണ് നസ്ഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഒരു റഫ്ഉ ഹുക്മി ദലീലിൽ മുതഖദ്ദിം ബിദലീലിൻ മുതഅഖിരിൻ അൻഹു. ഒരു വിഷയത്തിൽ വന്നിട്ടുള്ള ഹുക്മ്, ആദ്യം വന്നിട്ടുള്ള ഒരു ഹുക്മ് ഉണ്ടാകും. ആ ഹുക്മിനെ പിന്നീട് വന്നിട്ടുള്ള ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഹുക്മിനെ ഒഴിവാക്കി ഈ വിധി നടപ്പിലാക്കുന്നതിനാണ് നസ്ഖ് ചെയ്യുക എന്ന് പറയുക. ആദ്യം ഒരു നിയമം വന്നിട്ടുണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് ആദ്യം നിസ്കരിക്കുമ്പോൾ മദ്യപിക്കരുത് എന്നുള്ളൊരു നിയമം. പക്ഷേ പിന്നീട് മുത്തലഖായിട്ട് ഒരു സമയത്തും പാടില്ല എന്ന നിയമം വരുമ്പോൾ നിസ്കരിക്കുക മാത്രം എന്നുള്ളതിന് ഒഴിവാകുന്നു. ധാരാളം ആയത്തുകളും വിധികളും ഖുർആനിൽ ആ വിഷയത്തിൽ കാണാം. അപ്പൊ ഇവിടെ പറഞ്ഞത് ഈ കൂട്ടം പണ്ഡിതന്മാർ മൂന്നാമത്തെ അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുള്ളത്, ആദ്യം പറഞ്ഞ ഈ ഹദീസുകളെല്ലാം പിന്നീട് അമലുകൾ നിർബന്ധമാക്കുന്ന വിധികൾ വന്നതോടുകൂടി ആ ഹദീസുകൾ ദുർബലമായിട്ടുണ്ട്, ആ ഹദീസുകൾ ദുർബലമാക്കപ്പെട്ടിട്ടുണ്ട്, നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. വമിൻഹും മൻ യഖൂലു ഹിയ മുഹ്കമത്തുൻ. അതിൽ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് നസ്ഖ് ചെയ്യപ്പെട്ടിട്ടില്ല, അതിന്റെ വിധി അവിടെ നടപ്പിലാക്കാം. വലാകിൻ ദുമ്മ ഇലൈഹാ ശറാഇത്ത്. പക്ഷേ ആ നിയമങ്ങൾ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു സ്വർഗമുണ്ട് നരകമില്ല എന്നുള്ള ഹദീസുകൾക്ക് ചില നിബന്ധനകൾ ബാധകമാണ് എന്ന നിലക്കും ഈ പണ്ഡിതന്മാർ പറഞ്ഞു. വയൽതഫിതു ഹാദാ ഇലാ അന്ന സിയാദത അല നസ്ഖ് ഹൽ ഹിയ നസ്ഖുൻ അം ലാ. കുറച്ച് ഉസൂലിയായിട്ടുള്ള കാര്യമാണ്, ജസ്റ്റ് പറഞ്ഞു പോകാം. അതായത് ഈ പണ്ഡിതന്മാർ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആദ്യം പറഞ്ഞ ഹദീസുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് സ്വർഗമുണ്ട് നരകമില്ല എന്നുള്ള ഹദീസുകൾ നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു കൂട്ടം. അതിൽ തന്നെ ചിലർ പറഞ്ഞു അത് നസ്ഖ് ചെയ്യപ്പെട്ടിട്ടില്ല, മുഹ്കമാണ്, പക്ഷേ ചില ഷർത്തുകൾ ഉണ്ട് എന്ന് മാത്രം. ഇത് പറയാനുള്ള കാരണം ഉസൂലിയായ പണ്ഡിതന്മാർക്കിടയിൽ അറിയപ്പെട്ട ഒരു ചർച്ചയുണ്ട്. ചില ഒരു ഹുക്മ് വന്നിട്ടുണ്ട്, ആ ഹുക്മിനെ നസ്ഖ് ചെയ്യാൻ വേണ്ടി മറ്റു ചില കാര്യങ്ങൾ അധികരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് നസ്ഖാകുമോ അല്ലയോ. അതായത് ഒരു കാര്യം പറഞ്ഞു, ആദ്യം ഒരു കാര്യം വിധി പറഞ്ഞു, എന്നിട്ട് പിന്നെ വരികയാണ് അതോടൊപ്പം ഇന്ന കാര്യം കൂടി വേണം. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു, പിന്നെ കുറച്ച് കഴിഞ്ഞ് വരികയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ ഇഖ്ലാസോടുകൂടി പറഞ്ഞിരിക്കണം. അപ്പൊ ഈ ഇഖ്ലാസോടുകൂടി പറഞ്ഞവൻ അല്ലെങ്കിൽ നിസ്കരിച്ചിരിക്കണം, സക്കാത്ത് നൽകണം എന്നുള്ള അധികമായി വന്നിട്ടുള്ള ഈ വാക്ക് അത് ആദ്യം പറഞ്ഞ ഹുക്മിനെ നസ്ഖ് ചെയ്യുമോ ഇല്ലയോ എന്ന അഭിപ്രായ വ്യത്യാസം ഉസൂലിയായ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അഭിപ്രായം വന്നിട്ടുള്ളത്. വൽ ഖിലാഫു ഫീ ദാലിക ബൈനൽ ഉസൂലിന മശ്ഹൂറുൻ. ഇത് അല്ലാഹു മനസ്സിലാക്കി തരട്ടെ നമുക്ക് ഓരോരുത്തർക്കും. അപ്പോ ഇവിടെ പറഞ്ഞ ആകത്തുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഈ വിധി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു സ്വർഗമുണ്ട് നരകമില്ല എന്നുള്ള വിധി ബാക്കിയുള്ള നിസ്കാരം വേണം, സക്കാത്ത് വേണം, ബാക്കിയുള്ള അങ്ങനെ കർമ്മങ്ങളും മറ്റുള്ള നിയമങ്ങളും കൊണ്ട് നസ്ഖ് ചെയ്യപ്പെട്ടു എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതല്ല, നസ്ഖല്ല, നിബന്ധനകൾ ചേർക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നും കാണാം. വഖദ് സറഹ അസ്സൗരി വഗൈറുഹു ബിഅന്നഹാ മൻസൂഖത്തുൻ. എന്നാൽ സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് പോലെയുള്ള പണ്ഡിതന്മാർ അതിനെ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു, അവിടെ നസ്ഖ് ചെയ്യപ്പെട്ടത് തന്നെയാണ്. പക്ഷേ വഅന്നഹു നസ്ഖഹ അൽ ഫറായിദ് വൽ ഹുദൂദ് വഖദ് യകൂനു മുറാദുഹും അൻ നസ്ഖ് അൽ ബയാൻ വൽ ഈളാഹ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ നസ്ഖ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം അതിനെ വ്യക്തമായി വിശദീകരിച്ചു എന്ന അർത്ഥത്തിലാണ്. അതായത് ആദ്യം പറഞ്ഞൊരു കാര്യത്തെ മറ്റൊരു ദലീല് കൊണ്ട് നസ്ഖ് ചെയ്യപ്പെടുക എന്നുള്ളതിന് പണ്ഡിതന്മാർക്കിടയിൽ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് അത് വിശദീകരിച്ച് അതിന്റെ ആശയത്തെ വ്യക്തമാക്കി തന്നു എന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് സ്വർഗമുണ്ട് നരകപ്രവേശനമില്ല എന്നുള്ള ഹദീസുകളെ
നിസ്കാരം വേണം, സക്കാത്ത് വേണം, മറ്റുള്ള കാര്യങ്ങൾ വേണം എന്നുള്ള ഹദീസ് കൊണ്ട് നസ്ഖ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ആ ആദ്യം പറഞ്ഞ ആശയത്തെ വ്യക്തമാക്കി തന്നു എന്നതാണ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പോരാ, നിസ്കാരവും സക്കാത്തും ഒപ്പമുണ്ടെങ്കിലേ സ്വർഗപ്രവേശനവും അതുപോലെ നരകത്തിൽ നിന്ന് രക്ഷയും ഉണ്ടാവുകയുള്ളൂ എന്ന് വ്യക്തമാക്കി തരികയാണ് ചെയ്തത് എന്ന് സുഫിയാൻ സൗരി പോലെയുള്ള പണ്ഡിതന്മാർ അതിനെ വ്യക്തമാക്കി വിശദീകരിച്ചു പറഞ്ഞു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നസ്ഖ് ചെയ്യപ്പെടുക എന്നുള്ള വിധി ഹുക്കുമുകളുടെ വിഷയത്തിൽ മാത്രമാണ് ബാധകം. എന്തെങ്കിലും ഒരു വിധി, ഒരു ശിക്ഷ നടപ്പിലാക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വിധി പറയുകയോ ചെയ്തതിന്റെ പേരിലാണ് നസ്ഖ് ചെയ്യപ്പെടുകയുള്ളൂ. ഒരിക്കലും ഖബറുകളുടെ വിഷയത്തിൽ ഒരു കാര്യം അറിയിച്ചു, ഒരു അറിവ് തന്നു എന്ന കാര്യത്തിൽ പിന്നീട് അതിനെ നസ്ഖ് ചെയ്യുന്ന വിധി ഇല്ല. ദീനിന്റെ ഉസൂലുകളിൽ ഒരു ഖബറിനെ പിന്നീട് നസ്ഖ് ചെയ്യപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ചർച്ച പറഞ്ഞ പണ്ഡിതന്മാരെ എതിർക്കുന്നവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ ഹദീസുകളെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ സ്വർഗമുണ്ട്, നരകമില്ല, അതുപോലെ ഫദ്ല് പറഞ്ഞ ഹദീസുകളെല്ലാം ഖബറുകളാണ്. അതിലൊന്നും പ്രത്യേക കർമ്മം ചെയ്യേണ്ട വിധി വന്നിട്ടില്ല. പ്രത്യേകം കർമ്മം ചെയ്യേണ്ട വിധി വന്നിട്ടില്ല, ഖബറുകളാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വിധിയെ ഇല്ലാതാക്കേണ്ട, നസ്ഖ് ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥ അവിടെ ഇല്ല എന്നിട്ട് പറയാണ്. فإن السلف كانوا يطلقون النسخ على مثل ذلك كثيرا. സലഫുകൾ ഈ ഒരു ആശയത്തിൽ, അഥവാ നസ്ഖ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ കാര്യത്തെ വിശദീകരിക്കുകയാണ് എന്നുള്ള ആശയത്തിൽ ധാരാളം ചർച്ചകൾ വന്നിട്ടുണ്ട്. ويكون مقصودهم أن آيات الفرائض والحدود تبين بها توقف دخول الجنة والنجاة من النار على فعل الفرائض. ഈ പണ്ഡിതന്മാർ പറഞ്ഞതിന്റെ ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് ഇറങ്ങിയിട്ടുള്ള അഥവാ ഈ ഹദീസുകൾക്ക് ശേഷം ഇറങ്ങിയിട്ടുള്ള ഫറായിലുകൾ, നിർബന്ധമായിട്ടുള്ള നിസ്കാരം, സക്കാത്ത്, അല്ലെങ്കിൽ ഹുദൂദുകൾ, വിധികൾ, ശിക്ഷകൾ, അതുപോലുള്ള കാര്യങ്ങളെല്ലാം എന്തിന് ബാധകമാണ്? സ്വർഗപ്രവേശനത്തിനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും ബാധകമാണ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പോരാ, പിന്നീട് വന്നിട്ടുള്ള നിസ്കാരം നിർബന്ധമാക്കിയ, സക്കാത്ത് നിർബന്ധമാക്കിയ, അല്ലെങ്കിൽ ദീനിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ആവശ്യമുള്ളത് അതുണ്ടെങ്കിൽ മാത്രമേ അവനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. എന്തൊക്കെയാണ്? ഫർദുകൾ ചെയ്യുക, വജ്തിനാബുൽ മഹാരിം, ഹറാമുകൾ ഒഴിവാക്കുക, ഫസാറത്തിൽ കന്നുസൂസു മൻസൂഖത്തൻ. ഈ ആശയത്തിൽ ആ ആദ്യത്തെ നസ്ഖുകൾ നസ്ഖ് ചെയ്യപ്പെട്ടതെന്ന് പറയും. അതായത് മുബയ്യനതൻ വ മുഫസ്സറതൻ, അഥവാ ഈ ഫർളുകൾ ഉണ്ട് എന്ന് അറിയിച്ചത് വഴി ആദ്യം പറഞ്ഞ ഹദീസുകളെ വിശദീകരിച്ചു തരികയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ പറഞ്ഞാൽ പോരാ, ഇന്ന ഇന്ന കാര്യങ്ങൾ അതിന് വേണം, ഇന്ന ഇന്ന ഹറാമുകൾ അത് ഒഴിവായിരിക്കണം എന്ന കാര്യത്തെ വിശദീകരിച്ചു തരുന്നു. വനുസൂസുൽ ഫറാഇദ് വൽ ഹുദൂദ് നാസിഖതൻ. അപ്പോ ഈ നിസ്കാരം നിർബന്ധമായി, സക്കാത്ത് നിർബന്ധമായി, അതുപോലെയുള്ള നിയമങ്ങൾ നസ്ഖ് ചെയ്യുന്നു. ആരെ? ആദ്യം പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ ആ ഹദീസുകളെ. ഉദ്ദേശം ഐ മുഫസ്സറത്തുൻ ലിമഅന തിൽക വമുവദ്ദിഹതൻ ലഹാ. ആ ആശയത്തെ മുവദ്ദിഹത്തുൻ ലഹാ വിശദീകരിച്ചു വരുന്നു. മൂന്നാമത്തെ അഭിപ്രായം ചുരുക്കത്തിൽ ഒന്നുകൂടി പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫദ്ല് പറയുന്ന ഹദീസുകളെല്ലാം നസ്ഖ് ചെയ്യപ്പെട്ട ഹദീസുകളാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു. നസ്ഖ് ചെയ്യപ്പെടാൻ ഉപയോഗിച്ചിട്ടുള്ള നാസിഖ്, അവരുടെ കയ്യിലുള്ള തെളിവെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിസ്കരിച്ചവനാണ് സ്വർഗമുള്ളത്, സക്കാത്ത് നൽകുവാനാണ് സ്വർഗമുള്ളത് എന്നുള്ള മറ്റു പല ദലീലുകളും ആയാത്തുകളും വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആയാത്തുകളുടെ അടിസ്ഥാനത്തിലും ഈ ദലീലുകളുടെ അടിസ്ഥാനത്തിലും കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് സ്വർഗമുണ്ട് എന്നുള്ളത് നസ്ഖ് ചെയ്തിട്ടുണ്ട്, അതിന്റെ വിധിനി ബാധകമല്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. പക്ഷെ അത് ശരിയായ ഒരു അഭിപ്രായമല്ല. കാരണം ആ ഇറങ്ങിയ ഹദീസുകൾ, ആദ്യം നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫദ്ലായി പറഞ്ഞ ഹദീസുകളിൽ അധികവും മദീനത്ത് പിന്നീട് നിസ്കാരവും സക്കാത്തൊക്കെ നിർബന്ധമാക്കിയതിന് ശേഷവും ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. വ്യഭിചാരം ഹറാമാക്കി, അല്ലെങ്കിൽ വേറെ കുറ്റങ്ങൾ ഹറാമാക്കി അതിനുശേഷവും ഇറങ്ങിയിട്ടുള്ള ഹദീസുകളാണ്. എന്നാൽ അതിൽ ചില പണ്ഡിതന്മാർ വ്യക്തമാക്കി പറഞ്ഞു, അതുകൊണ്ടുള്ള ഉദ്ദേശം ഈ നിസ്കാരം നിർബന്ധമാണ്, സക്കാത്ത് നിർബന്ധമാണ്, അതുപോലെ ഇന്ന കുറ്റത്തിന് ശിക്ഷയുണ്ട് എന്നുള്ള ആയത്തുകളും ഹദീസുകളും ആദ്യം പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ സ്വർഗമുണ്ട് എന്നുള്ള ഹദീസിനെ വിശദീകരിക്കുന്നു. ഏതർത്ഥത്തിൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ നിസ്കരിച്ചാൽ, സക്കാത്ത് നൽകിയാൽ, ഇന്ന ഇന്ന ഹറാമുകൾ ഒഴിവാക്കിയാൽ അവന് സ്വർഗമുണ്ട് എന്നായി ഇപ്പോൾ അതിന്റെ ആശയം. അത് അങ്ങനെയാണ് അതിന്റെ ആശയം വരിക എന്ന് ധാരാളം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതാണ് മൂന്നാമത്തെ ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഒന്നാമത്തേത് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ നരകം പ്രവേശിക്കില്ല എന്ന് പറഞ്ഞാൽ നരകത്തിൽ ഖുലൂദ് ഉണ്ടാവുകയില്ല.
രണ്ടാമത്തെ അഭിപ്രായം ലാ ഇലാഹ ഇല്ലല്ലാഹുവിന് സ്വർഗ്ഗപ്രവേശനമുണ്ട്, നരകത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന് ചില നിബന്ധനകൾ ബാധകമാണ്, അഥവാ കർമ്മങ്ങളും മറ്റും ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത്തെ അഭിപ്രായം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, നരകത്തിൽ പ്രവേശിക്കില്ല എന്നതിന് പണ്ഡിതന്മാർ പറഞ്ഞു ബാക്കിയുള്ള പിന്നീട് വന്ന അമലുകൾ നിർബന്ധമാക്കുന്നത് വഴി ശിക്ഷകൾ നടപ്പിലാക്കുന്ന വഴിയുള്ള ഹദീസുകളുടെയും ആയത്തുകളുടെയും അടിസ്ഥാനത്തിൽ ആ വിധിയെ നസ്ഖ് ചെയ്തിട്ടുണ്ട്, അഥവാ ഒന്നുകൂടി വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. കർമ്മങ്ങളും ഹറാമുകളും ഒഴിവാക്കിയാൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നാലാമത്തെ ഒരു അഭിപ്രായം വഖാലത്ത് ത്വായിഫത്തുൻ, മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു തിൽക നുസൂസുൽ മുത്ലഖതു ഖദ് ജാഅത് മുഖയ്യദതൻ ഫി അഹാദീസ ഉഖർ. നമ്മൾ ആദ്യം പറഞ്ഞ ഹദീസുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് ഇന്ന സ്വർഗമുണ്ട് നരകമില്ല എന്ന ഹദീസുകൾ അത് നിരുപാധികം പറഞ്ഞിട്ടുള്ള ഹദീസുകളാണ്. ആ ഹദീസുകൾക്ക് ചില ഖൈദ് വെച്ചുകൊണ്ട്, ചില നിബന്ധനകൾ വെച്ചുകൊണ്ട് വേറെ ചില ഹദീസുകളും വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ആദ്യം പറഞ്ഞ ഹദീസുകളെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്ന്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ അവനൊരു ശിക്ഷയുമില്ല, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ നരകത്തിൽ പ്രവേശിക്കില്ല. അങ്ങനെ പറഞ്ഞ ഹദീസുകളോടൊപ്പം തന്നെ മറ്റു ചില ഹദീസുകളിൽ അത് മുത്തലഖ് നിരുപാധികം പറഞ്ഞിട്ടുള്ളതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ മറ്റു ചില ഹദീസുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയോടൊപ്പം ചില നിബന്ധനകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന ആശയത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ. അതിൽ ചിലതാണ് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ വന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാണോ ഇഖ്ലാസോടുകൂടി പറയുന്നത്. വഫി ബഅദിഹാ മുസ്തൈഖിനൻ, ചില ഹദീസുകളിൽ കാണാം യഖീനോടുകൂടി പറഞ്ഞവൻ. വഫി ബഅദിഹാ യുസദ്ദിഖു ഖൽബുഹു ലിസാനഹു, ചില ഹദീസിൽ കാണാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് അവന്റെ ഖൽബ്, അവന്റെ നാവിനെ സത്യപ്പെടുത്തിയാൽ. ചില ഹദീസിൽ വഫീ ബഅദിഹാ യഖൂലുഹാ ഹഖ്ഖൻ മിൻ ഖൽബിഹി, ചില ഹദീസുകൾ വന്നിട്ടുണ്ട് അവൻ ഖൽബിൽ നിന്ന് ഹഖ്ഖായിക്കൊണ്ട് പറഞ്ഞാൽ. വഫീ ബഅദിഹാ ഖദ് ദല്ല ബിഹാ ലിസാനുഹു വത്മഅന്ന ബിഹാ ഖൽബുഹു, നാവ് യഥാർത്ഥ രൂപത്തിൽ അംഗീകരിച്ചുകൊണ്ടും ഖൽബിൽ പൂർണ്ണമായ തൃപ്തിയോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ടുമാണ് പറഞ്ഞത് എങ്കിൽ എന്ന തരത്തിലുള്ള നിബന്ധനകൾ വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. വഹാദാ കുല്ലുഹു ഇശാറത്തുൻ ഇലാ അമലിൽ ഖൽബി വതഹഖ്ഖുഖിഹി ബിമഅന അശ്ശഹാദതൈൻ, ഈ പറഞ്ഞ ഇഖ്ലാസ്, യഖീന്, അതുപോലെ തന്നെ സിദ്ഖ്, ആ കാര്യങ്ങളൊക്കെ അമലുൽ ഖൽബാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ നാവ് കൊണ്ട് ഷഹാദത്ത് ചെയ്താൽ പോരാ, ഖൽബ് കൊണ്ട് ഈ കാര്യങ്ങൾ പാലിക്കുമ്പോൾ മാത്രമേ ഈ പറഞ്ഞതുപോലെയുള്ള സ്വർഗപ്രവേശനവും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ഉലമാക്കളുമുണ്ട്. ഈ 4 രീതിയിലാണ് ഈ ഹദീസുകളെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ നാടുകളിൽ ഷിർക്കിന്റെയും ബിദ്അത്തിന്റെയും ആളുകളായിട്ടുള്ള ആളുകൾ, അവർ പലരും പറയാറുള്ള ഒരു വാക്കാണ്, അവർ പറയുന്ന ഒരു ശുബ്ഹത്താണ്, ഞങ്ങൾ ഉസ്താദുമാർ അവർ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ ഇന്ന ഉസ്താദ് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ട ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഞങ്ങളത് നേരിട്ട് കേട്ടതാണല്ലോ, അതിന്റെ റെക്കോർഡിംഗ് ഉണ്ടല്ലോ. ആ ഉസ്താദുമാര് ജീവിതകാലം മുഴുവൻ ശിർക്കും കുഫ്റും ബിദ്അത്തും പഠിപ്പിച്ചിട്ടുണ്ടാവുക. അവസാനം പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ഈ ആളുകൾ ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കും. അതോടൊപ്പം അവർ പറയും മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ഞങ്ങൾ ഉസ്താദുമാര് സ്വർഗത്തിലാണല്ലോ, അപ്പൊ ഞങ്ങൾ ഉസ്താദുമാര് പഠിപ്പിച്ച ദീനിൽ നിന്നാൽ ഞങ്ങളും സ്വർഗത്തിലാവുമല്ലോ എന്ന് പറയും. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം മതി എന്നല്ല പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിച്ചിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിബന്ധനകൾ പാലിച്ചിരിക്കണം, അതിന് നിർബന്ധമായിട്ടുള്ള കർമ്മങ്ങൾ ജീവിതത്തിൽ പകർത്തിയിരിക്കണം, ഹറാമുകൾ വിരോധിച്ചിരിക്കണം, അതുപോലെ തന്നെ അതിന് പ്രത്യേകമായിട്ട് ഖൈദായിക്കൊണ്ട് നിബന്ധനയായി പറഞ്ഞിട്ടുള്ള അഅ്മാലുൽ ഖൽബ്, സിദ്ഖ്, ഇഖ്ലാസ്, യഖീന്, അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കുകയുള്ളൂ. ഈ ആശയം മനസ്സിലാക്കാനാണ് ഇത്രയും വിശദമായി ഈ വിഷയത്തെ ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി ഇതാണ് ആദ്യത്തെ ഒരു ഭാഗം ഈ റിസാലയുടെ. അടുത്ത ഭാഗത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ ഷഹാദത്ത്, കലിമത്തു തൗഹീദ്, ഇതിനെ എങ്ങനെയാണ് തഹ്ഖീഖ് ചെയ്യുക, എങ്ങനെയാണ് അതിനെ പൂർത്തീകരിക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ സാക്ഷാത്കരിക്കേണ്ടത്, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അതിന് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ കാര്യങ്ങളാണ് ഇനി ചർച്ച ചെയ്യുന്നത്. ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നു, ഫതഹഖ്ഖുഹു
ബിഖൗലി അല്ലെങ്കിൽ ഫതഹ്ഖീഖുഹു ബിഖൗലി രണ്ട് രീതിയിൽ വന്നിട്ടുണ്ട് റിസാലയിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗല് അതിനെ തഹ്ഖീഖ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അൻ ലാ യഅലഹുൽ ഖൽബു ഗൈറല്ലാഹ്, ഖൽബ് അല്ലാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ഇബാദത്ത് ചെയ്യുന്ന ഇലാഹായി പരിഗണിക്കാൻ പാടില്ല. ഹുബ്ബൻ ഇഷ്ടം കൊണ്ട്, വറജാഅൻ പ്രതീക്ഷ കൊണ്ട്, വഖൗഫൻ ഭയം കൊണ്ട്, വതവക്കുലൻ ഭരമേൽപ്പിച്ചുകൊണ്ട്, വസ്തിആനതൻ സഹായം തേടുന്ന അവസ്ഥയിൽ, വഖുദൂഅൻ താഴ്മ കാണിക്കുന്ന അവസ്ഥയിൽ, വഇനാബതൻ പശ്ചാത്തപിച്ച് മടങ്ങുന്ന അവസ്ഥയിൽ, വത്വലബൻ എന്തെങ്കിലും തേടുന്ന തേട്ടത്തിന്റെ അവസ്ഥയിൽ. ഒരവസ്ഥയിലും ഖൽബ് അല്ലാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ഇലാഹായി കാണരുത്. ഇവിടെ ഖൽബിനെ പ്രത്യേകം പറയാനുള്ള കാരണം എന്താ? അപ്പൊ അവയവങ്ങൾ കൊണ്ട് എന്തോ ആവാന്നാണോ? അല്ല. ഖൽബ് നന്നായി കഴിഞ്ഞാൽ ശരീരം മുഴുവൻ നന്നാകും. ഖൽബ് ഫസാദായാൽ ശരീരത്തിന്റെ അവയവങ്ങളെല്ലാം ഫസാദാവും. ഖൽബ് എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ കൊണ്ടും ഈ രീതിയിൽ ഹുബ്ബൻ ഇഷ്ടം കൊണ്ട് അള്ളാഹുവിനെ ഇലാഹായി കാണാം, ഇബാദത്ത് ചെയ്യണം. അള്ളാഹു അല്ലാതെ അള്ളാഹുവിനെ പോലെ മറ്റൊന്നിനെയും സ്നേഹിക്കാൻ പാടില്ല. അള്ളാഹുവിനോടായിരിക്കണം മറ്റെന്തിനേക്കാളും നമുക്ക് ഇഷ്ടം ഉണ്ടാവേണ്ടത്. വറജാഅൻ പ്രതീക്ഷ വെക്കാൻ അള്ളാഹുവിലായിരിക്കണം നമ്മൾ പ്രതീക്ഷ വെക്കേണ്ടത്. നമ്മുടെ സ്വന്തം ആരോഗ്യത്തിലോ സമ്പത്തിലോ കച്ചവടത്തിലോ ഒന്നുമില്ല, അള്ളാഹുവിലായിരിക്കണം നമ്മൾ പ്രതീക്ഷ. വഖൗഫൻ നമ്മൾ ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ്. സാമ്പത്തിക മാന്ദ്യത്തെയോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും വേറെ നഷ്ടത്തെയോ അതിനൊന്നുമല്ല. നമ്മൾ എല്ലാ മേഖലയിലും നമ്മൾ ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ്. വതവക്കുലൻ ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ആശ്രയിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. വസ്തിആനതൻ സഹായം തേടേണ്ടത്, സഹായം ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. വഖുദൂഅൻ താഴ്മ കാണിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. വഇനാബതൻ തൗബ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് മടങ്ങേണ്ടത് അള്ളാഹുവിലേക്കാണ്. വതലബൻ നമ്മുടെ കാര്യങ്ങൾ തേടേണ്ടത് അള്ളാഹുവിനോടാണ്. എന്നിട്ട് പറഞ്ഞു വതഹഖ്ഖുഹു ബിഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇതിൽ വിശദീകരിച്ചു വരുന്നുണ്ട്, ഓരോന്നും വിശദീകരിക്കുന്നുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിനെ തഹ്ഖീഖ് ചെയ്യേണ്ടത് അല്ലാ യുഅബദല്ലാഹു ബിഗൈരി മാ ശറഅഹു അല്ലാഹു അലാ ലിസാനി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയല്ലാതെ അള്ളാഹുവിനെ ആരാധിക്കപ്പെടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ മാത്രമേ അള്ളാഹുവിനെ ആരാധിക്കാൻ പാടുള്ളൂ. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹിലെ ഷഹാദത്ത്. എന്നിട്ട് ഈ ഒരു ആശയത്തെ വിശദീകരിച്ചുകൊണ്ടും ലാ ഇലാഹ ഇല്ലല്ലയുടെ ധാരാളം ഫളിനെ പരാമർശിച്ചുകൊണ്ടും എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തഹ്ഖീഖ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം തെളിയിക്കേണ്ടത്, എങ്ങനെയാണ് അള്ളാഹുവിനോടുള്ള സിദ്ഖ് തെളിയിക്കേണ്ടത്, അത് പൂർത്തീകരിക്കേണ്ടത് എന്നീ കാര്യങ്ങൾ ഈ റിസാലയുടെ വരും ഭാഗങ്ങളിൽ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. وقد جاء هذا المعنى مرفوعا إلى النبي صلى الله عليه وسلم صريحا أنه قال من قال لا إله إلا الله مخلصا دخل الجنة. فنمل ഈ പറഞ്ഞ ഒന്നാമത്തെ ആശയം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം അള്ളാഹുവിനെ മാത്രം ഇലാഹായി കാണണം എന്നുള്ളത്. അത് ഹുബ്ബിലും ഖൗഫിലും റജായിലും തവക്കുലിലും ഇനാബത്തിലും ഇസ്തിആനയിലും തലബിലും എല്ലാം ഈ ഒരു ആശയത്തെ വ്യക്തമാക്കുന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസൻ ദഖലൽ ജന്ന. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇഖ്ലാസോട് കൂടി പറഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ഖീല അപ്പോൾ ചോദിക്കപ്പെട്ടു മാ ഇഖ്ലാസുഹാ യാ റസൂലല്ലാഹ്, എന്താണ് റസൂലേ ഇഖ്ലാസ്? ഖാല അൻ തഹ്ജിസക അൻ കുല്ലി മാ ഹറമല്ലാഹു അലൈക്, അള്ളാഹു നിന്റെ മേലെ ഹറാമാക്കിയ എല്ലാത്തിൽ നിന്നും നീ അകലലാണ് എന്നൊരു ഹദീസ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഹാദാ യുർവാ മിൻ ഹദീസ് അനസ് ബിൻ മാലിക് വസൈദ് ബിൻ അർഖം. ഇത് അനസ് ബിൻ മാലിക്കിൽ നിന്നും സയ്യിദ് ബിൻ അർഖമിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹദീസാണ്. വലാകിന്ന ഇസ്നാദഹുമാ ലാ യസിഹ്, പക്ഷെ രണ്ട് സനദും സഹീഹല്ല. വജാ അയ്ളൻ മിൻ മറാസിലിൽ ഹസൻ നഹ്വുഹു, ഇതേ ആശയത്തിൽ വേറെ ചില അസറുകളും കാണാം, പക്ഷെ സഹീഹായി വന്നിട്ടില്ല. പക്ഷെ അതിന്റെ ആശയം ശരിയായ അർത്ഥത്തിലാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക, അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതെല്ലാം. എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് ഒന്നുകൂടി ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥത്തെ അതിന്റെ പൂർത്തീകരിക്കുന്ന അവസ്ഥയെ വിശദീകരിച്ചു പറയാണ്. وتحقيق هذا المعنى وإيضاحه أن قول العبد لا إله إلا الله, ഒരു അടിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം വ്യക്തമാക്കുന്നത് യഖ്തദി അൻ ലാ ഇലാഹ ലഹു ഗൈറുല്ലാഹ്, അവൻ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹ് ഉണ്ടാകാൻ പാടില്ല. ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅബൂദ് എന്നാണ് അർത്ഥം. ആരാധിക്കപ്പെടുന്നവൻ എന്നാണ് ഇലാഹിന്റെ അർത്ഥം. അല്ലാഹു അല്ലാതെ ഒന്നിനെയും അവൻ ഇബാദത്ത് ചെയ്യാൻ പാടില്ല.
അവൻ പ്രാർത്ഥിക്കാനോ സഹായം നേടാനോ സുജൂദ് ചെയ്യാനോ അറിവ് നടത്താനോ രക്ഷ നേടാനോ അങ്ങനെ ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ല. വൽ ഇലാഹു, ഇലാഹ് എന്നുള്ളത് ഹുവല്ലദി യുതാഉ ഫലാ യുഅസാ. ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇവിടെ ചർച്ച നാം പറയുന്നു ഈ തൗഹീദിന്റെ തഹ്ഖീഖിനെ കുറിച്ചാണ് ചർച്ച. തൗഹീദിന്റെ പ്രാരംഭഘട്ടമായിട്ടുള്ള അസ്ലിയായ തൗഹീദോ അതിന് മുകളിലുള്ള വാജിബായ തൗഹീദോ അല്ല, അതിനേക്കാൾ മുകളിലുള്ള മുസ്തഹബായ തഹ്ഖീഖു തൗഹീദ്, അതിലും അപ്പുറത്ത് തഹ്ഖീഖു കമാലി തൗഹീദിനെ കുറിച്ചാണ് ഇബ്നു റജബുൽ ഹംബലി ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ് ആ സ്ഥാനത്തേക്ക് എത്തപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ ഇലാഹ് എന്ന് പറഞ്ഞാൽ ഹുവല്ലദി യുതാഉ ഫലാ യുഅസാ. ഇലാഹ് എന്ന് പറഞ്ഞാൽ അനുസരിക്കപ്പെടേണ്ടവനാണ്, അനുസരക്കേട് കാണിക്കാൻ പാടില്ല, അനുസരണക്കേട് ഉണ്ടാകാൻ പാടില്ല, ധിക്കാരം കാണിക്കാൻ പാടില്ല, അനുസരിക്കപ്പെടേണ്ടവനാണ് ഇലാഹ്. ഹൈബത്തൻ ലഹു വ ഇജ്ലാലൻ, എന്തുകൊണ്ടാണ്? അള്ളാഹുവിന് കൊടുക്കുന്ന മഹത്വം കൊണ്ട്. വ മഹബ്ബത്തൻ, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട്. വ ഖൗഫൻ, അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ട്. വ റജാഅൻ, അള്ളാഹുവിലുള്ള പ്രതീക്ഷ കൊണ്ട്. വ തവക്കുലൻ അലൈഹി, അള്ളാഹുവിൽ ആശ്രയിച്ചുകൊണ്ട് ഭരമേൽപ്പിച്ചുകൊണ്ട്. വ സുആലൻ മിൻഹു, അള്ളാഹുവിനോട് തേടിക്കൊണ്ട്, വ ചോദിച്ചുകൊണ്ട്. വ ദുആഅൻ ലഹു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്. വലാ യസ്ലുഹു ദാലിക കുല്ലുഹു ഇല്ലാ ലില്ലാഹി അസ്സ വജൽ, ഈ കാര്യങ്ങളൊന്നും അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും യോജിക്കുകയില്ല, മറ്റൊരാൾക്കും യോജിക്കുകയില്ല. അപ്പൊ അള്ളാഹുവിന് മാത്രമായിരിക്കണം ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും അതിന്റെ പൂർണ്ണതയിൽ ഉണ്ടാകേണ്ടത്. എന്നിട്ട് പറഞ്ഞു ഫമൻ അശ്റക മഖ്ലൂഖൻ ഫി ശൈഇൻ മിൻ ഹാദിഹിൽ ഉമൂർ, ഏതെങ്കിലും ഒരു സൃഷ്ടിയെ ചെറിയ രീതിയിലാണെങ്കിലും ഈ വിഷയങ്ങളിൽ ആരെങ്കിലും പങ്കുചേർക്കുകയാണെങ്കിൽ ഹാദിഹിൽ ഉമൂർ മിൻ ഹാദിഹിൽ ഉമൂരില്ലതി ഹിയ മിൻ ഖസായിസിൽ ഇലാഹിയ്യ, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഈ കാര്യങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും ഒരു സൃഷ്ടിയെ പങ്കുചേർത്താൽ കാന ദാലിക ഖദ്ഹൻ ഫി ഇഖ്ലാസിഹി ഫി ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ വാക്കിൽ ഇഖ്ലാസ് കുറഞ്ഞതിന്റെ അടയാളമാണ്. വനഖ്സൻ ഫി തൗഹീദിഹി, അവന്റെ തൗഹീദിൽ കുറവ് വന്നതിന്റെ അടയാളമാണ്. വകാന ഫീഹി മിൻ ഉബൂദിയ്യതി ദാലികൽ മഖ്ലൂഖ് ബിഹസ്ബി മാ ഫീഹി മിൻ ദാലിക്, അവൻ എത്രത്തോളമാണോ ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു സൃഷ്ടിയെ ചേർക്കുന്നത് അത്രത്തോളം ഉബൂദിയത്തിൽ അവൻ ആ വശം ആ സൃഷ്ടിക്ക് നൽകിയിരിക്കുന്നു. വഹാദഹ കുല്ലുഹു മിൻ ഫുറൂഇ ശിർക്ക്, ഇതെല്ലാം ശിർക്കിന്റെ ശാഖകളിൽപ്പെട്ടതാണ്. അതായത് തൗഹീദിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു അംശം പോലും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടത് എങ്ങനെയാണോ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മൾ ആശ്രയിക്കുന്ന അള്ളാഹുവിൽ ആശ്രയിക്കുമ്പോൾ ഒരു തരി വേറൊരാളിലോ വേറൊരു വസ്തുവിലോ നമ്മുടെ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലോ പാടില്ല. അങ്ങനെ എത്രത്തോളമാണോ നൽകുന്നത് അത്രത്തോളം ഇന്ന വ്യക്തിക്കോ ഇന്ന വസ്തുവിനോ നമ്മൾ നൽകിയിരിക്കുന്നു. ഇതെല്ലാം ഷിർക്കിന്റെ ഫർആണ്, ഷിർക്കിന്റെ ശാഖകളാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഒഴിവാക്കി വേറൊരാളെ വിളിക്കുന്നതല്ല പറയുന്നത്, അള്ളാഹുവിനെ ആരാധിക്കുന്നവനാണ്. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ചെറിയ രീതിയിൽ മറ്റെന്തിനെങ്കിലുമെല്ലാം പങ്കു ചേർക്കുന്ന അവസ്ഥയിൽ ഒരാൾ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെയാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. കാരണം അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട രീതിയിൽ നൽകുമ്പോൾ മാത്രമേ അതിനെ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിലാരെങ്കിലും ചെറിയ രീതിയിൽ വന്നാൽ അത് ശിർക്കിന്റെ ഫർഇൽപ്പെട്ടതാണ്. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ല എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് വ്യക്തമാക്കി തരുന്നുണ്ട്. ولهذا ورد إطلاق الكفر والشرك على كثير من المعاصي التي منشأها من طاعة غير الله. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ധാരാളം പാപങ്ങളെ, ധാരാളം മഅസിയത്തുകളെ ഷിർക്കിന്റെയും കുഫറിന്റെയും പേരിൽ പരാമർശിച്ചത് കാണാം. കാരണം അതിന്റെ അടിസ്ഥാനം അള്ളാഹു അല്ലാത്ത ഒന്നിനെ അനുസരിക്കുന്നതുകൊണ്ടാണ്. റഹിമഹുല്ല പറഞ്ഞത് അള്ളാഹുവിന് മാത്രം നൽകേണ്ട കാര്യങ്ങൾ അതിൽ ചെറിയ രീതിയിലെങ്കിലും മറ്റാരെങ്കിലും പങ്കു ചേർത്താൽ അത് ഷിർക്കിന്റെ ഫർആണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ കാര്യമാണ് വലിഹാദ, അത് കാരണത്താലാണ് വറദ ഇത്ലാഖുൽ കുഫ്രി വശിർക്കി അലാ കസീരിൻ മിനൽ മആസി, ധാരാളം പാപങ്ങളെ പറ്റി പറയുന്നിടത്ത് അത് കുഫ്റാണ്, അത് ഷിർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിച്ചിട്ടുണ്ട്. ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാര്യമല്ലാഞ്ഞിട്ട് കൂടി ധാരാളം പാപങ്ങളെ പറഞ്ഞുകൊണ്ട് അത് കുഫ്റാണ്, ഷിർക്കാണ് എന്ന ആശയത്തിൽ പറഞ്ഞിട്ടുണ്ട്. മിനൽ മആസി അല്ലതി മൻശഉഹാ മിൻ തഅതി ഗൈരില്ലാഹ് ഔ ഖൗഫിഹി ഔ റജാഇഹി, ആ പാപങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം
ഒന്നെങ്കിൽ അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലും അനുസരിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന് അല്ലാതെ മറ്റാരെങ്കിലും ഭയപ്പെടുന്നതുകൊണ്ട്, മറ്റാരെങ്കിലും പ്രതീക്ഷ വെക്കുന്നതുകൊണ്ട്, ഔ തവക്കുലി അലൈഹി ഔൽ അമലി ലിഅജ്ലിഹി, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഭരമേൽപ്പിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ചില പാപങ്ങളെ ഷിർക്കാണ്, കുഫറാണ് എന്നുള്ള ആശയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. കമാ വറദ ഇത്ലാഖ് അശ്ശിർക്ക് അല റിയാ, ഏതുപോലെ റിയാഇനെ ഷിർക്കാണ് എന്ന് നിരുപാധികം പറയുന്നത് പോലെ, അഥവാ ഷിർക്ക് എന്നുള്ള വാക്കിനെ റിയാ എന്നുള്ള ആശയത്തിലേക്ക് ചേർത്തിക്കൊണ്ട് പറഞ്ഞതുപോലെ, വഅലൽ ഹലിഫി ബിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്ത മറ്റെന്തെങ്കിലും വസ്തുവിനെയോ വ്യക്തിയെയോ തൊട്ട് സത്യം ചെയ്ത് പറയുന്നതിനെ ഷിർക്കാണെന്ന് പറഞ്ഞതുപോലെ, വഅല തവക്കുൽ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മില്ലത്ത് നിന്ന് പുറത്താകില്ല, ദീനിൽ നമ്മൾ പുറത്താകുന്നില്ല. പക്ഷെ ആ കാര്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് അർത്ഥത്തിലാണ് പറഞ്ഞത്? ഷിർക്കാണ്, അള്ളാഹു അല്ലാതെ മറ്റെന്തെങ്കിലും തൊട്ട് സത്യം ചെയ്യുന്നവൻ ആ ചെയ്ത് ഷിർക്കാണ് എന്നുള്ള ആശയത്തിൽ തന്നെ പറഞ്ഞത് കാണാം. അതുപോലെ വഅല തവക്കുലി അല ഗൈരില്ലാഹ് വലിഇഅ്തിമാദി അലൈഹി, അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലും ഭരമേൽപ്പിക്കുകയോ ആശ്രയിക്കുകയോ ചെയ്താൽ, വഅല മൻ സവ്വ ബൈന അല്ലാഹി വബൈനൽ മഖ്ലൂഖ് ഫിൽ മശീഅ, അള്ളാഹുവിന്റെ ഉദ്ദേശം പോലെ അല്ലെങ്കിൽ നിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അള്ളാഹു നീയും ഉദ്ദേശിച്ചാൽ, ഏതുപോലെ അയ്യഖൂൽ മാഷാ അല്ലാഹ് വശാ ഫുലാൻ, നീയും അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണ് എന്ന് പറഞ്ഞതുപോലെ, വകദാ ഖൗലു മാലി ഇല്ലല്ലാഹു അൻത, എനിക്ക് നീയല്ലാതെ നീയും അള്ളാഹു അല്ലാതെ അള്ളാഹു നീയും അല്ലാതെ വേറെ ആരുമില്ല എന്ന വാക്കുപോലെ. അതായത് ഇതുപോലെയുള്ള വാക്കുകൾ നമ്മൾ കിതാബ് തൗഹീദിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇനി നമ്മൾ വരും ആ ബാബുകൾ. അങ്ങനെയുള്ള വാക്കുകൾ ഷിർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഇതൊന്നും മില്ലത്തിൽ നിന്ന് പുറത്തായിട്ടല്ല പറയുന്നത്, പക്ഷേ അതിന്റെ ഗൗരവം കൊണ്ട് പറഞ്ഞതാണ്. അതുപോലെ വകദാലിക മാ യഖ്ദഹു ഫി തവക്കുൽ, തവക്കുലിനെ നശിപ്പിച്ചു കളയുന്ന, കുറച്ചു കളയുന്ന കാര്യങ്ങൾ, അതിനെയും ഷിർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത്? വതഫറുദില്ലാഹ് ബിന്നഫഇ വദ്ദർ, തവക്കുൽ എന്ന് പറഞ്ഞാൽ ഉപകാരമോ ഉപദ്രവമോ അല്ലെങ്കിൽ നന്മയും തിന്മയും ദോഷവും നന്മയും എല്ലാം അള്ളാഹുവിന് മാത്രമാണ് എന്നുള്ളതിന് വിട്ട് വേറെ ഏതിനെങ്കിലും, കത്തീറ ശകുനം നോക്കുന്നത്, വറുഖൽ മക്രൂഹ, മക്രൂഹായിട്ടുള്ള റുഖിയയുടെ ഇനങ്ങൾ അതിനെ ആശ്രയിച്ചു കൊണ്ടുള്ളത്, വൈത്യാനിൽ കുഹാൻ ജോൽസന്റെ അടുത്ത് പോകുന്നത്, വതസ്ദീഖിഹിം ബിമാ യഖൂലൂൻ അവർ പറയുന്നതിനെ സത്യപ്പെടുത്തുന്നത്, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഇതേ ആശയത്തിൽ പറഞ്ഞിട്ടുണ്ട്. വകദാലിക ഇത്തിബാഉ ഹവൻ നഫ്സ്, അതുപോലെ തന്നെ സ്വന്തത്തിന്റെ ഇച്ഛയെ പിൻപറ്റുന്നത്, അതിനെപ്പറ്റി ഫീമാ നഹല്ലാഹു അൻഹു, അള്ളാഹു വിരോധിച്ച ഒരു കാര്യത്തിൽ സ്വന്തം നഫ്സിന്റെ ഇച്ഛയെ പിൻപറ്റിക്കൊണ്ട് ഒരാൾ പോവുകയാണെങ്കിൽ, ഖാദിഹം ഫീ തമാമി തൗഹീദ് വ കമാലിഹി, അത് അവന്റെ തൗഹീദിന്റെ പൂർണ്ണതയെ ഇല്ലാതാക്കുന്നതാണ്. ഒരാൾ അവന്റെ ഇച്ഛയെ യഥേഷ്ടം പിൻപറ്റുന്നത് അവന്റെ തൗഹീദിന്റെ പൂർണ്ണതയെ ഇല്ലാതാക്കും. വലിഹാദ, അതുകൊണ്ടാണ് അത്ലഖ ശർഉ അലാ കസീരിൻ മിന ദുനൂബി അല്ലതി മൻശഉഹാ മിൻ ഇത്തിബാഇ ഹവൻ നഫ്സ് അന്നഹാ കുഫ്റുൻ വശിർകുൻ, അതുകൊണ്ടാണ് തൗഹീദിന്റെ പൂർണ്ണത ദേഹേച്ഛയെ പിൻപറ്റുന്നത് ഇല്ലാതാക്കും എന്നതുകൊണ്ടാണ് ദേഹേച്ഛ കൊണ്ട് കാരണമാകുന്ന പല പാപങ്ങളെയും കുഫ്റാണ്, ഷിർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ അല്ലെങ്കിൽ ശർഇൽ പഠിപ്പിക്കാനുള്ള കാരണം. അതായത് നമ്മുടെ ഇച്ഛകൾ, നമ്മുടെ ദേഹേച്ഛ കൊണ്ട് നമ്മൾ ചെയ്യുന്ന പല പാപങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് കുഫ്റാണ്, ഷിർക്കാണെന്ന് പറഞ്ഞിട്ടാണ്. ഉദാഹരണം എന്താ? ഖിതാലിൽ മുസ്ലിം, ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിം കൊന്നാൽ അത് കുഫ്റാണ് എന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വമൻ അതാ ഹായിദൻ ഔ ഇംറഅതൻ ഫി ദുബ്രിഹാ, ഒരാൾ അവന്റെ ഭാര്യ ഹൈദുകാരിയായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവളുടെ പിൻഭാഗത്തിലൂടെയോ ലൈംഗികമായി ബന്ധപ്പെടാൻ വേണ്ടി ചെല്ലുക എന്നുള്ളത് കുഫ്റാണ് എന്ന് നിലയ്ക്ക് ഹദീസ് പറഞ്ഞിട്ടുണ്ട്. വമൻ ശരിബൽ ഖംറ ഫിൽ മർറത്തി റാബിഅ, നാലാമതും മദ്യപിക്കുന്നവൻ കുഫ്റാണെന്ന് അത് ഇബ്നു റജബ് ഹംബലി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഹദീസുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ മുദ്ബിനുൽ ഖംർ, സ്ഥിരമായിട്ടുള്ള മദ്യപാനി, അത് ആ അർത്ഥത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കുഫ്റാണെന്ന് വന്നിട്ടുണ്ട്. വൈൻ കാന ദാലിക ലാ യുഖ്രിജു അനിൽ മില്ലത്തി ബിൽ കുല്ലിയ, ഈ പറഞ്ഞ പാപങ്ങൾ ഇതൊരാളെയും ഇസ്ലാമിൽ നിന്ന് പൂർണ്ണമായി പുറത്താക്കുന്നില്ല. ഈ പറഞ്ഞ പാപങ്ങൾ ചെയ്തതിന്റെ പേരിൽ, ദേഹേച്ഛയ്ക്ക് അടിമപ്പെട്ട് ചെയ്തതിന്റെ പേരിൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്നില്ല. പക്ഷേ അത് കുഫ്റാണ്, ഷിർക്കാണ് എന്നുള്ള ആശയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വലിഹാദാ ഖാല സലഫ്, അതുകൊണ്ടാണ് ഈ പാപങ്ങളെ പറ്റി സലഫുകൾ പറഞ്ഞത് കുഫ്റുൻ ദൂന കുഫ്ർ, കുഫ്ർ അല്ലാത്തൊരു കുഫ്റാണത്. ഷിർക്കുൻ ദൂന ഷിർക്ക്, ഷിർക്കല്ലാത്തൊരു ഷിർക്കാണത്.
അതായത് മില്ലത്തിന് പുറത്താകുന്ന കുഫ്റും ശിർക്കുമല്ല, പക്ഷെ വേറൊരു ആശയത്തിൽ തരത്തിൽ അത് കുഫ്റും ശിർക്കുമാണ് എന്ന് പറയാൻ, അഥവാ തൗഹീദിന്റെ പൂർണ്ണതയെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള ഇവിടെ പറഞ്ഞു തുടങ്ങുന്ന കാര്യം, എല്ലാ രീതിയിലും അള്ളാഹുവിന് മാത്രം നൽകേണ്ടതിൽ മറ്റൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. ഇനി ചെറിയ രീതിയിലാണെങ്കിൽ പോലും അതിൽ പങ്കു ചേർക്കുന്നതിനെ അള്ളാഹ് ശിർക്ക് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. മാഷാ അള്ളാഹ് ഫുലാൻ, അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ വാക്കുകൾ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് സത്യം ചെയ്യുന്നത്, ആ കാര്യങ്ങളെല്ലാം ചെറിയ രീതിയിലാണ് പങ്കു ചേർക്കുന്നത്. ഒരാൾ പിന്നെ മാ അലി അള്ളാഹു അൻത, എനിക്ക് അള്ളാഹും നീയുമല്ലാതെ ഒരാളില്ല പറഞ്ഞാൽ അള്ളാഹുവിനെ മാറ്റി ഇയാളെ മാത്രമാണോ പറയുന്നത്? അല്ല, അള്ളാഹുവിന് മാത്രം നൽകേണ്ടതിൽ ഇയാളെ ചേർത്തി പറഞ്ഞു എന്നതിന്റെ പേരിൽ തന്നെ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ആശയത്തിലാ പറഞ്ഞത്? ശിർക്കാണെന്നാ പറഞ്ഞത്. അപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ദേഹേച്ഛകളെ പിൻപറ്റി ചെയ്യുന്ന നാം പറഞ്ഞ പോലത്തെ പാപങ്ങൾ, ഒരു മുസ്ലിമിനെ കൊല്ലൽ, മദ്യപിക്കൽ, അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് ഹറാമായ രീതിയിലുള്ള സമയത്തുള്ള ലൈംഗികമായി ബന്ധപ്പെടൽ, ആ കാര്യങ്ങളെ ശിർക്കും കുഫ്റുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഈ പാപങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയും തൗഹീദിന്റെ സാക്ഷാത്കാരത്തിന് തടസ്സമാകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞത് കുഫ്റുൻ ദൂന കുഫ്ർ. കുഫർ യഥാർത്ഥത്തിലുള്ള കുഫർ അല്ലാത്ത മറ്റൊരു കുഫറാണ് ദേഹേച്ഛയെ പിൻപറ്റുന്ന ഈ പാപങ്ങൾ. ഷിർക്കുൻ ദൂന ഷിർക്ക്, യഥാർത്ഥത്തിലുള്ള ഷിർക്കല്ലാതെ വേറൊരു തരത്തിലുള്ള ഷിർക്കാണ് ദേഹേച്ഛയെ പിൻപറ്റുന്ന പാപങ്ങൾ. സലഫുകൾ പറഞ്ഞു കാണാം, എല്ലാ പാപവും, മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പാപവും ഒരാശയത്തിൽ, ഒരർത്ഥത്തിൽ ഷിർക്കാണ്. അതായത് ഈ പറഞ്ഞ ആശയത്തിൽ, അത് വിശദീകരിച്ച് വരുന്നുണ്ട്, ഈ പറഞ്ഞ ആശയത്തിൽ ഷിർക്കാണ്. അത് പറയാനുള്ള പ്രധാന കാരണം വഖദ് വറദ ഇത്ലാഖുൽ ഇലാഹ് അലൽ ഹവാ അൽ മുത്തബഅ. കാരണം അല്ലാഹു തആല ഇലാഹ് എന്ന പദത്തെ പിൻപറ്റപ്പെടുന്ന ദേഹേച്ഛയ്ക്ക് പകരമായി ആ രീതിയിൽ പറഞ്ഞത് കാണാം. ഏതർത്ഥത്തിൽ? ഖാല തആല, അല്ലാഹു തആല സൂറത്തുൽ ഫുർഖാനിലെ 43-ാമത്തെ ആയത്തിൽ പറഞ്ഞു, അറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ. തന്റെ ഇലാഹായിട്ട് തന്റെ ഇച്ഛയെ എടുത്തവനെ നീ കണ്ടിട്ടില്ലേ? അതായത് തന്റെ ഇലാഹാക്കി തന്റെ ദേഹേച്ഛയെ എടുത്തവനെ നീ കണ്ടിട്ടില്ലേ? ആരെങ്കിലും സ്വന്തം ഇച്ഛയെ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ? സ്വന്തം ഇച്ഛയോട് പ്രാർത്ഥിക്കുന്നുണ്ടോ? സ്വന്തം ഇച്ഛയ്ക്ക് വേണ്ടി അറിവ് നടത്തുന്നുണ്ടോ? അല്ലെങ്കിൽ സ്വന്തം ഇച്ഛയുടെ തൃപ്തി നേടണം എന്നുള്ള ആഗ്രഹത്തിൽ സുജൂദോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷെ അല്ലാഹു തആല പറഞ്ഞെന്താ? സ്വന്തം ഇലാഹായി ദേഹേച്ഛയെ തെരഞ്ഞെടുത്ത ആളുകളെ നീ കണ്ടിട്ടില്ലേ? എന്താ ആശയത്തിലാണ്? നേരത്തെ പറഞ്ഞ അതേ ആശയമാണ്. ഖാലൽ ഹസൻ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞു കാണാം, ഹുവല്ലദീ ലാ യഹ്വാ ഷൈഅൻ ഇല്ലാ റകിബഹ. എന്താണ്, ആരാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവൻ ഇച്ഛിക്കുന്ന എന്തും അവൻ ചെയ്യും, അവന് തോന്നിയതുപോലെ അവൻ ചെയ്യും. വഖാല ഖതാദ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഹുവല്ലദീ കുല്ലമാ ഹവാ ഷൈഅൻ റകിബഹു. അവൻ എന്താണോ ആഗ്രഹിക്കുന്നത്, ഇച്ഛിക്കുന്നത്, അതവൻ അത് ചെയ്യും. വകുല്ലമാ ഇഷ്തഹാ ഷൈഅൻ അതാഹു. അവന് ഇച്ഛിക്കുന്ന ആഗ്രഹിക്കുന്ന എല്ലാം അവൻ പ്രവർത്തിക്കും. എന്ത് പാപവും അവൻ തോന്നിയ പോലെ ചെയ്യും. ലാ യഹ്ജിസുഹു അൻ ദാലിക വറഉൻ വലാ തഖ്വാ. അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കണമെന്നോ ഇത് അള്ളാഹു വിരോധിച്ചാണ് നിലക്കോ ഒരു ഇച്ഛ ഒഴിവാക്കാൻ അവൻ തയ്യാറാകില്ല. അങ്ങനെ ദേഹേച്ഛകൾക്ക് തോന്നിയ പോലെ ജീവിക്കുന്നവൻ ആ ദേഹേച്ഛയെ ഇലാഹാക്കിയവനാണ് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പറയാനുള്ള കാരണം, ദേഹേച്ഛക്ക് അനുസൃതമായി പാപങ്ങൾ ചെയ്യുക എന്നുള്ളത് ശിർക്കിന്റെ ഒരു ഭാഗമായിട്ട്, ഈ മില്ലത്തിന് പുറത്താകുന്ന അർത്ഥത്തിലല്ല, ഒരു തരത്തിലുള്ള ശിർക്കായിട്ട് സലഫുകൾ പറഞ്ഞിട്ടുണ്ട്. അത് തൗഹീദിന്റെ പൂർത്തീകരണത്തെ, അസ്ലിനെയോ വാജിബിനെയോ അല്ല, തൗഹീദ് പൂർത്തീകരിക്കുന്നതിന് നമുക്ക് തടസ്സമാകുന്ന കാര്യമാണ്. ഈ വിഷയം ഇനിയും ധാരാളം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ച് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് നോക്കാം. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.